പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും നവമാധ്യമങ്ങളോട് അപമാനിച്ചുവെന്ന ആരോപണത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണിക്കെതിരെ കേസ്. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. അങ്ങനെ ജാൻമണിയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോന്നും ചെയ്തു വെക്കുമ്പോഴത്തേക്ക് ആലോചിക്കണേ. ക്യാമറ മുന്നിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് വിരളെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനായിട്ട് പലതും തോന്നുമ്പോഴത്തേക്കും നാവിന് ലൈസൻസ് ഇല്ലെങ്കിൽ അത് മൂടിക്കെട്ടിയിട്ട് വേണം ഇരിക്കാനെന്ന് പറയാം. അല്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള 16ന്റെ പണികളൊക്കെ തന്നെ പലതരത്തിൽ വരും. അതുവരെയും നമ്മുടെ കൂടെ കൈയടിച്ച് നിന്നവരൊക്കെ തന്നെ ഒരു പണി വരുമ്പോഴത്തേക്കും കൂടെ കാണത്തില്ല എന്നുള്ള ബോധവും കൂടി ആദ്യം വേണം. ഇപ്പോൾ ഇവിടെ പോയി ജാൻമണി ഇവിടെ പോയി ഇപ്പോൾ അറിയാൻ മലച്ചിട്ട് പോയിക്കുക, ഇപ്പോൾ കാണുന്നില്ല. മറ്റൊരു ദിവസം ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഇതുപോലെ മോദിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൈയടി വാങ്ങിക്കാമെന്നുള്ള ഇതായിരുന്നല്ലോ. കൈ അടിച്ചവരെവിടെ, ജാൻമണി എവിടെ, ഒരു പിടുത്തവും ഇല്ല. എന്തായാലും പവനായ ശവമായി എന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജാൻമണിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതും ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൂടി കാണിക്കും, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ നല്ല വിശ്വാസിയാണ്, ഉറച്ച ദൈവവിശ്വാസിയാണ്. ഇതാരും മോശക്കാരനോ അല്ലെങ്കിൽ മോശക്കാരിയോ ആക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷെ ഞാൻ ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിമാർ നമുക്ക് ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായും സത്യസന്ധമായും തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആദരണീയനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിക്ക് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ അമ്മയും പരാമർശിച്ചുകൊണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക, അവരുടെ പേര് പറയാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല, കഴിഞ്ഞ ദിവസം ഡൽഹി സംഭവവുമായി അനുബന്ധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അമ്മയെ വ്യക്തിഹത്യ ചെയ്യുകയും വളരെ മോശമായി വാക്കുകൾ ഉപയോഗിച്ച് എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. 100%, 200% അക്രമവും അക്ഷന്തവ്യമായ ആ തെറ്റ് അത് ചെയ്തതൊട്ടും ശരിയായില്ല. ഏത് രീതിയിൽ ദൈവം മാപ്പ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കാലം ഒരിക്കലും അത് മാപ്പ് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും കൈകാലത്തിന്റെ പ്രഭാവങ്ങളാണ്. ഒരു അമ്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ജീവിച്ച ഒരു മകൻ എന്നുള്ള നിലയിൽ ഏതൊരമ്മമാർക്ക് വേദന ഉണ്ടായാലും റിയാക്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന ആ ലോകോത്തര വനിത, ഏറ്റവും നല്ല മകനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ആ അമ്മയുടെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എന്റെ സഹപ്രവർത്തക ചെയ്ത ആ അപരാധത്തിന് ഞാൻ കൂടി മാപ്പ് ചോദിക്കുന്നു. ഇനി ഇതുപോലെയുള്ള പരാമർശങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ ഒരു രാഷ്ട്രീയത്തിലോ ഒരു മതത്തിന്റെയോ ആളല്ല. ഞാൻ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എല്ലാ പ്രധാനമന്ത്രിമാരെയും എനിക്ക് ഇഷ്ടമാണ്, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഇഷ്ടം ആരോടെന്ന് ചോദിച്ചാൽ രാജ്യത്തെ ഓരോ ദിവസം കഴിയുന്നതോറും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്ന, സ്വന്തമായി ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി എന്റെ ജീവിതവും എല്ലാം ഈ അവസരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതിനെ നിങ്ങൾ സംഖ്യയാക്കിയാലും ജാണകമാക്കിയാലും അതല്ല വേറെ ഏത് തന്നെ ആക്കിയാലും എനിക്ക് ഒരു വിരോധമില്ല. ആർക്ക് എന്ത് തെരുവേണമെങ്കിലും വിളിക്കാം. പക്ഷേ ദേശദ്രോഹ കുറ്റം അത് വലിയ കുറ്റമാണ്. പെറ്റമ്മേ അതുപോലെ തന്നെ പിറന്ന രാജ്യവും അത് സ്വർഗത്തേക്കാൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രജിത് കുമാർ, ബിഗ് ബോസ് സീസൺ 2 ഇളക്കി മറിച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു രജിത് കുമാർ. അപ്പോൾ ഈ വ്യക്തിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടതെന്ന് പറഞ്ഞു. എന്ത് പക്വതയോടുകൂടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് നോക്കും. നമുക്ക് ഒരാളെ കുറിച്ച് വിമർശിക്കാം, ആ വിമർശനം അയാളിൽ തന്നെ നിൽക്കുന്ന തരത്തിലോട്ട് ആയിരിക്കണം. അത് ആ ഒരു തരത്തിൽ സൗമ്യമായിട്ടുള്ള ഭാഷ. പക്ഷേ ഈ പറയുന്ന തോതിൽ എല്ലാ പരിധിയും വിട്ടുകൊണ്ട് ആ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക, അമ്മയുടെ കാര്യം പറയുക, അച്ഛൻ്റെ കാര്യം പറയുക, അതും ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ലാത്ത തരത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഒരു തരത്തിലും ശരിയല്ലാത്ത പച്ചക്കള്ളം വിളിച്ച് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെയൊക്കെ തന്നെ എങ്ങനെയാണ് കാണേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അമ്മ അച്ഛൻ്റെയൊക്കെ വില അറിയാവുന്നവരാരും തന്നെ ഇതുപോലുള്ള ഡയലോഗ് ആരെക്കുറിച്ചും പറയത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ആവശ്യം റീച്ചായിരുന്നു. അതായത് ആ സമരത്തിൽ പോയിട്ട് ഇവിടെ ഉള്ള കുറച്ച് പേരൊന്ന് പൊക്കിയപ്പോഴത്തേക്കും പിന്നെ മോദിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കയ്യടി നേടാമെന്നുള്ള ചിന്തയിലോട്ട് കാര്യങ്ങൾ, അത് പിന്നെ എന്തും വിളിച്ച് പറയാമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഈ പൊക്കി പിടിച്ചവരെല്ലാം തന്നെയും ഇവരെ അങ്ങ് കൈവിട്ടു. കാരണം നാക്കിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജാൻമണി. എന്തായാലും ജാൻമണി ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇനിയിപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല ഇത്. ഈ പറയുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ജാൻമണിക്കെതിരെ കേസുകൾ പല രീതിയിൽ പോകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. കാരണം സംഘികൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇതിനെതിരെ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല ജാൻമണി ഇപ്പോൾ കാണാനില്ല. ജാൻമണി എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാപ്പ് പറച്ചിൽ പിന്നാലെ പിന്നെ ജാൻമണി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്നും ഒരു പിടുത്തവും. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ എല്ലാ അർത്ഥത്തിലും കുടുങ്ങി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ളവരെ വെറുതെ വിട്ടുകൂടാ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. കാരണം എന്തും ആരെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതേസമയം ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ വായും എന്തെങ്കിലും പറയാനായിട്ട് തുനിയുമ്പോഴത്തേക്കും അത് അടഞ്ഞു വന്നോളും എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഇവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ നിയമ നടപടിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ഒരു അഭിനന്ദനം ഞാൻ നേരുന്നു.